Hi students, നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പോളജിക്കൽ വേംസ് ആണ്. മാൽവെയർ എന്ന ടോപ്പിക്കിനകത്തുള്ള ടോപ്പോളജിക്കൽ വേംസ്. സോ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ടോപ്പോളജിക്കൽ വേംസ് എന്നുള്ളത് നോക്കാം. ആ ഒരു പേര് ടോപ്പോളജിക്കൽ വേം എന്ന് പറയുന്ന ഒരു പേര് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുന്ന മെഷീൻസിനെ എല്ലാത്തിനെയും കൂടെ ചേർന്ന് നമുക്കൊരു ഗ്രാഫ് ലൈക്ക് സ്ട്രക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓരോ മെഷീൻസിനെയും നോട്ട്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതൊരു കംപ്ലീറ്റ്ലി ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, സോ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് മെഷീൻ എ ബി സി അങ്ങനെ മെഷീൻസ് കണക്റ്റഡ് ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീൻ എ എന്ന് പറയുന്ന മെഷീൻ ബി എന്ന് പറയുന്ന മെഷീൻ്റെ ഡീറ്റെയിൽസ്, അതായത് അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യുകയോ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്ന മെഷീന് ഡയറക്റ്റ്ലി ബിയെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് മാലീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്ത് ആ പർട്ടിക്കുലർ സിസ്റ്റം, അതായത് ബിയെ ഒരു ഇൻഫെക്റ്റഡ് സിസ്റ്റം ആക്കാൻ ആയിട്ടുള്ള കേപ്പബിലിറ്റി എ എന്ന് പറയുന്ന മെഷീനുണ്ട്. ഓക്കെ, അതാണ് ആ ടോപ്പോളജിക്കൽ വേമിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇത് മെയിൻലി ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആ ടാർഗറ്റഡ് മെഷീനെ തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു മെഷീൻ എഫക്റ്റ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ നെയ്ബേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ദെൻ ഈ ഒരു ഇൻഫെക്ഷൻ, അതായത് ഈ പെർട്ടിക്കുലർ വേമിൻ്റെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് നെയ്ബേഴ്സിലോട്ട് പോകുന്നു. അങ്ങനെയാണ് ഇത് സ്പ്രെഡായി പോകുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് സ്കാനിങ് വേമിനെ കമ്പയർ ചെയ്യുമ്പം ഇത് മച്ച് ഫാസ്റ്ററായിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഫിഗറുണ്ട്, എക്സാമ്പിൾ ഫിഗറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് മെഷീൻസ് കണക്റ്റഡ് ആണ്. അപ്പം ഫസ്റ്റ് മെഷീനിന് സെക്കൻഡ് രണ്ട് മെഷീൻസിനെ അവരുടെ നെയ്ബറിങ്, അതായത് ഫസ്റ്റ് മെഷീൻ്റെ രണ്ട് നെയ്ബറിങ് മെഷീൻസിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. സോ അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് നെയ്ബേഴ്സിലോട്ട് പോയാണ് കംപ്ലീറ്റ് സിസ്റ്റവും ഇൻഫെക്റ്റഡ് ആവുന്നത്. ഇനി ടോപ്പോളജിക്കൽ വേം മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്, ഇമെയിൽ വേംസും P2P വേം, അതായത് പിയർ ടു പിയർ വേം. നമുക്ക് ഓരോന്നും എന്തെന്നുള്ളത് നോക്കാം ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ ഇമെയിൽ വേം. ഒരു പേര് പറയുന്ന കണക്ക് തന്നെ വേംസ് സ്പ്രെഡ് വയ ഇമെയിൽ വഴി സ്പ്രെഡ് ചെയ്യുന്ന വേംസ്. എക്സാമ്പിളായിട്ട് ചിലപ്പോൾ ഒരു ഇമെയിൽ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു പെർട്ടിക്കുലർ അറ്റാച്ച്മെൻറ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം സമയത്തായിരിക്കും ആ പെർട്ടിക്കുലർ സിസ്റ്റം ഇൻഫെക്റ്റഡ് ആവുന്നത്. സിമിലർലി ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു കോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഇൻഫെക്റ്റഡ് ആവുന്നത്. അതാണ് രണ്ട് കേസസും പറയുന്നത്. ഈ രണ്ട് കേസിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. വേം കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് നടക്കുന്ന ഓപ്പറേഷൻ. ഓക്കെ, ഇനി പല രീതിയിൽ ഈ ഇമെയിൽ വേമുകൾ പല മെത്തേഡ്സ് ഉണ്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SMTP സെർവർ യൂസ് ചെയ്തിട്ട്, അതായത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന രീതി, ഇല്ലെങ്കിൽ ഇമെയിൽ ഡയറക്ടറി വഴി യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന രീതി, ഇല്ലെങ്കിൽ MS ഔട്ട്ലുക്ക് സർവീസ് യൂസ് ചെയ്ത് ചെയ്യുന്ന രീതി, ഇതൊന്നും ഇല്ലെങ്കിൽ വിൻഡോസിൻ്റെ MAPI ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട്, അതായത് മെസ്സേജ് ആപ്ലിക്കേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇനി ഇമെയിൽ വേംസിന് ഡിഫറെൻറ്റ് സോഴ്സസ് വഴി ഈ പെർട്ടിക്കുലർ ടാർഗറ്റ് ചെയ്യേണ്ട ആ സിസ്റ്റത്തിൻ്റെ ഇമെയിൽസ് കിട്ടും. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ത്രൂ അഡ്രസ് ബുക്ക് വഴി കിട്ടും, അല്ലെങ്കിൽ വിൻഡോസ് അഡ്രസ് ബുക്ക് വഴി കിട്ടും, അല്ലെങ്കിൽ എവിടെയാണ് ഹാർഡ് ഡിസ്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇമെയിൽ അഡ്രസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇൻബോക്സിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്ന രീതി. അപ്പോൾ പല കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇമെയിൽ അഡ്രസ്സുകൾ വേം സെർച്ച് ചെയ്തെടുക്കാറുണ്ട്. ഓക്കെ, ഇനി
ഇമെയിൽ വേംസ് ഒരു യൂസറിനെ കോണ്ടാക്റ്റ് ചൂസ് ചെയ്തതിന് ശേഷം ആ പെർട്ടിക്കുലർ വേം അല്ല ആ ഒരു കോഡ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതിനകത്തോട്ട് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം കോപ്പിയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ചെയ്തതിന് ശേഷം വെൻ യൂസർ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇമെയിൽ വേമിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് യു വേം. അത് 2000-ലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫയലായിരുന്നു. ലവ് ലെറ്റർ .text.vbs എന്ന് പറയുന്നൊരു ഫയലായിരുന്നു. അതൊരു വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് ആയിരുന്നു. വൺസ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആക്ടിവേറ്റ് ആവും. ആൻഡ് അതിൻ്റെ കോപ്പീസ് ആ മെയിൽ ഐ ഡിസിനകത്തെല്ലാം, അതായത് വിക്ടിംസിൻ്റെ മെയിൽ ഐ ഡിസിനകത്ത് വിക്ടിമിൻ്റെ കോൺടാക്റ്റിലുള്ള മെയിൽ ഐ ഡിസിനെല്ലാം സെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് എക്സാമ്പിൾ മെലിസ വേം. അതെന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ മാക്രോ ആണ്. അതിന് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ മെയിൻ നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ആ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് എല്ലാം, വിക്ടിമിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള 50% സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നിംദ വൈറസ്. ഇത് ആക്ച്വലി HTML റെൻഡറിങ് എക്സ്പ്ലോർ ചെയ്തിട്ട് ചെയ്യുന്നൊരു വേമായിരുന്നു. നിംദ വൈറസ് അല്ല വേം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML റെൻഡറിങ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വേമായിരുന്നു. അതിന്ന് ഇമെയിൽ, ആ ഒരു പെർട്ടിക്കുലർ ഇമെയിലിനകത്ത് മൾട്ടിമീഡിയ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതുവഴി ആ ഒരു പെർട്ടിക്കുലർ മൾട്ടിമീഡിയ ഐറ്റംസ് വഴിയാണ് അവിടെ വേം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ സോബിക് വിച്ച് ഈസ് ഇൻ 2003. ഇത് ആക്ച്വലി ഒരു മാലീഷ്യസ് ആയിട്ടുള്ളൊരു ഇമെയിലായിരുന്നു. ഈ പറഞ്ഞത് ഇമെയിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതായത് സ്പ്രെഡ് ചെയ്ത് പല ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, കോപ്പീസ് ഫോം ചെയ്തിട്ട്. ഓക്കെ, അപ്പം അത് പല കാര്യങ്ങളും, അതിൻ്റെ വേർഷൻസ് പല കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേമാണ്. പാസ്വേഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേമായിരുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടോപ്പോളജിക്കൽ വേം എന്ന് വെച്ചാൽ P2P നെറ്റ്വർക്ക് വേമാണ്. P2P വേമാണ്. അപ്പോൾ നമുക്ക് ആദ്യം P2P നെറ്റ്വർക്ക് എന്തുവെന്നുള്ളത് നോക്കാം. P2P നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ പിയർ ടു പിയർ നെറ്റ്വർക്ക്. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലയൻറ്റും സെർവറും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല. എല്ലാ സിസ്റ്റവും ക്ലയൻറ്റുമാണ് സെർവറുമാണ്. അപ്പോൾ മെയിൻ അവിടെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഷെയറിംഗ് ആണ് മെയിൻ ഫങ്ഷൻ. ഓക്കെ, അപ്പം ഇതൊരു ലോജിക്കൽ നെറ്റ്വർക്കാണ്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് TCP കണക്ഷൻ വഴിയാണ്. സോ അവിടെ കോമൺ ഫോൾഡേഴ്സ് ഉണ്ടാവും, ഷെയർഡ് ഐറ്റംസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും. ഇറ്റ് ഈസ് എ സ്കെയിലബിൾ ആൻഡ് റോബസ്റ്റ് നെറ്റ്വർക്ക്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് A എന്ന് പറയുന്നൊരു പിയറിന് സപ്പോസ് XYZ എന്ന് പറയുന്ന ഒരു ഫയൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു ക്വറി റിക്വസ്റ്റ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള നെയ്ബേഴ്സിനെല്ലാം അയച്ചു കൊടുക്കും. അപ്പം നെയ്ബേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടെങ്കിൽ ഫയൽ ഉണ്ടെന്നുള്ള റിപ്ലൈ കൊടുക്കും, അല്ലെങ്കിൽ അവരവരുടെ നെയ്ബേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കും. സോ ഈ ഒരു ഓപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം അതാണ് ആക്ച്വലി ക്വറി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചേക്കുന്നത് A എന്ന് പറയുന്ന ആ ഫിഗറിനകത്ത് കാണിച്ചേക്കുന്നത് ആദ്യം Q1 എന്ന് പറയുന്ന ക്വറി റിക്വസ്റ്റ് കൊടുത്തു ഒരു ഫയലിന് വേണ്ടിയിട്ട്. അപ്പം അത് അതിൻ്റെ നെയ്ബറിംഗ് നോട്ട്സിന് Q1 എന്ന് പറഞ്ഞത് കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പം അതിനില്ലാത്തത് കൊണ്ട്, ആ നെയ്ബറിംഗ് നോട്ട്സിന് ആ ഫയൽ ഇല്ലാത്തതുകൊണ്ട് ആ നെയ്ബറിംഗ് നോട്ട്സ് അതിൻ്റെ നെയ്ബറിംഗ് നോട്ട്സിന് വേറൊരു റിക്വസ്റ്റ് കൊടുത്തു, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ആസ് Q2 ഇൻ ദ ഡയഗ്രാം. ഓക്കെ, സോ
ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനായി കൊടുത്തേക്കുന്നത് Q1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ലിങ്ക്സ് ത്രൂ വിച്ച് ക്വറി ഫ്രം എ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്വറിയാണ്. ദെൻ Q2 നെക്സ്റ്റ് സെറ്റ് ഓഫ് ലിങ്ക് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ കിട്ടുക, ഏതെങ്കിലും ഒരു പെയർ ഫയൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റെസ്പോണ്ട് ബൈ ഗിവിങ് എ ക്വറി ഹിറ്റ് മെസ്സേജ്. ചിലപ്പോൾ മൾട്ടിപ്പിൾ ക്വറി ഹിറ്റ് മെസ്സേജസ് വരാം. അപ്പം എ ആസ് ദ റൈറ്റ് ടു സെലക്ട് വൺ. സോ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് വേരിയസ് വേസ് ഓഫ് P2P worm സ്പ്രെഡിങ്, എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നതെന്നുള്ളതാണ്. അപ്പം ഇത് സ്പ്രെഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി 2 ടൈപ്സ് ഓഫ് വേംസ് ആണുള്ളത്, പാസീവ് വേംസും ആക്റ്റീവ് വേംസും. പാസീവ് വേംസ് എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ആ കാറ്റഗറിക്കകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനകത്ത് മാലീഷ്യസ് ആയിട്ടുള്ള പിയർ ഈ കൊടുക്കുന്ന റിക്വസ്റ്റിനകത്ത്, അതായത് ഈ കൊടുക്കുന്ന ക്വറിക്കകത്ത് നമ്മളുടെ ഏതെങ്കിലും ഒരു പിയർ ഒരു ഫയലിനെ റിക്വസ്റ്റ് ചെയ്യുമ്പം ആ കൊടുക്കുന്ന റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, മാലീഷ്യസ് ആയിട്ടുള്ള ഒരു പിയറാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, റിക്വസ്റ്റർ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഫയൽ അക്സെപ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പം ഇൻഫെക്റ്റഡ് ആവും. അത് ഒരു കേസാണ്. ദെൻ ഏതെങ്കിലും ഒരു ഷെയർഡ് ഫയൽ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പിയേഴ്സിനും ഇൻഫെക്ഷൻ ഉണ്ടാവും. അതാണ് ഫസ്റ്റ് കേസ്, പാസീവ് വേം എന്ന് പറയുന്ന കേസ്. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് വഴിയാണ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്ത് പിയേഴ്സസ് ചില പ്രോട്ടോക്കോൾ യൂസ് ചെയ്യും. ആ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ആ പ്രോട്ടോക്കോളിൻ്റെ പ്രോബ്ലം കാരണം വരുന്ന അറ്റാക്ക്, അതായത് ബഫർ ഓവർഫ്ലോ അറ്റാക്ക് കൊണ്ടുണ്ടാവുന്ന മാലീഷ്യസ് അറ്റാക്സ് അല്ലെങ്കിൽ മാലീഷ്യസ് കോഡ് ഇൻജെക്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ, ബഫർ ഓവർഫ്ലോ വഴി മാലീഷ്യസ് ആയിട്ടുള്ള പോർഷൻ ഏതെങ്കിലും ഒരു പിയറിൽ ഇൻഫെക്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന രീതിയിലാണെങ്കിൽ, ആ പെർട്ടിക്കുലർ പിയർ ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന മാലീഷ്യസ് കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അറ്റാക്കറിൻ്റെ ടാർഗറ്റ് അനുസരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആക്ച്വലി അത് ആക്റ്റീവ് വേം ആവുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ റിക്വസ്റ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സ്പ്രെഡിങ് നടക്കും. ഓക്കെ, സോ പിയേഴ്സ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പിയറിനകത്ത് അറ്റാക്കർ ഫോക്കസ് ചെയ്തതിന് ശേഷം ആ പിയറിനകത്ത് ഇൻഫെക്റ്റഡ് കോഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള പിയേഴ്സിനെല്ലാം എഫക്റ്റ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിക്വസ്റ്റിൻ്റെ ആവശ്യം വരത്തില്ല. സോ അതാണ് സെക്കൻഡ് കേസ്, ആക്റ്റീവ് വേമിൻ്റെ കേസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ടോപ്പോളജിക്കൽ വേംസ്. താങ്ക് യു.